പുതിയ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നു. അതായത് കൊളീജിയം മാറ്റി അതിന് പകരമായിട്ട് ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന്. ശരിക്കും അങ്ങനെ കൊണ്ടുവരുന്ന സംവിധാനം എന്താണ്? അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? പുതിയ സംവിധാനമല്ലാതെ ആ. നേരത്തെ 2014 ഓഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യത്തെ 99-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം NJSC നടപ്പാക്കാനുള്ള നിയമവും സംവിധാനവും നിലവിൽ വന്നു. പക്ഷേ 2015 ഒക്ടോബർ 16 ആയപ്പോഴത്തേക്കും അത് കേവലം 8-10 മാസക്കാലത്തിനിടയിൽ അതിന് കേസ് വന്നു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും NJSC സംവിധാനം രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ജഡ്ജസ് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിൽ സുതാര്യത വരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമ സംവിധാനമായിരുന്നു. ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് അതിൻ്റെ സംവിധാനത്തിൽ മാറ്റം വരുത്തി ആ നടപടിക്രമങ്ങൾക്ക് കുറച്ചുകൂടി സുതാര്യത വരുത്തി ഇപ്പോൾ പലപ്പോഴും കേൾക്കുന്ന ജഡ്ജസ് അപ്പോയിൻമെൻറ്റുമായി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന വിഷയം ഒന്ന് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതെ. അടുത്ത ബന്ധുക്കളെ നിയമിക്കുന്നു, അതല്ലെങ്കിൽ ജഡ്ജസ് ആയിരുന്നവരുടെ തന്നെ സൗഹൃദ വലയങ്ങളിലുള്ളവരെ നിയമനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണക്കുകൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്ത്. ഹൈക്കോടതികളിലാണെങ്കിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലാണെങ്കിലുമൊക്കെ നേരിട്ടുള്ള നിയമനത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളത് പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിൽ ഉള്ള അപാകത അതല്ലെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സുതാര്യതക്കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് NJSC നടപ്പാക്കാനായിട്ടുള്ള വളരെ കാലത്തെ ആലോചനയ്ക്കും നടപടികൾക്കും ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് NJSC നടപ്പാക്കാനുള്ള നടപടി ഉണ്ടായത്. അത് കുറച്ചുകൂടി സുതാര്യമായ വിഷയം എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വിശ്വാസ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളൊരു സംവിധാനം എന്നുള്ള നിലക്കാണ് NJSC കൊണ്ടുവന്നത്. പക്ഷേ NJSC ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്ന സമയത്ത് അത് ഒരേ ഒരു ജഡ്ജി മാത്രം അതിനെ എതിർക്കുകയും മറ്റ് 4 ജഡ്ജിമാർ ആ സംവിധാനത്തെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് NJSC നടപ്പാക്കാനുള്ള നടപടികൾക്ക് തടസ്സം നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊളീജിയം സംവിധാനം എന്നുള്ളത് ഒരർത്ഥത്തിൽ വീണ്ടും അതേ കൊളീജിയം സംവിധാനത്തെ അതിനെ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ ജഡ്ജസ് കേസ്, ഫസ്റ്റ് ജഡ്ജസ് കേസ്, സെക്കൻഡ് ജഡ്ജസ് കേസ്, അങ്ങനെ ഇതിന് നിയമപരമായ പല പല വിഷയങ്ങളും നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി നിയമപരമായി നടപ്പാക്കാൻ കഴിയുന്ന, ഭരണഘടനാ ഭേദഗതിയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ട് പോലും ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് അത് ഒരു സംവിധാനത്തിലേക്ക് ചുരുക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ ഫലമായി ഉണ്ടായത്. ഇപ്പോൾ NJSC നടപ്പാക്കുന്നതോടുകൂടി ഇതിന് സുതാര്യത കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, എല്ലാ സെഗ്മെൻറ്റ്സിലും, ഉദാഹരണത്തിന് ജുഡീഷ്യറിക്കാണെങ്കിലും ലെജിസ്ലേച്ചറിനാണെങ്കിലും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവിനാണെങ്കിലും ഒക്കെ അവരവരുടേതായിട്ടുള്ള റോള് വഹിക്കാൻ കഴിയുന്ന കുറച്ചുകൂടി ജനാധിപത്യപരമായ പ്രോസസ്സിന് വിധേയമാകുന്നൊരു നടപടിയിലേക്ക് ഇത് മാറും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചേരുന്ന ഒരു സമിതിയാണ് ഈ NJSCയിലേക്കുള്ള അംഗങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അവരുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു സമിതി. അപ്പോൾ അത് കുറച്ചുകൂടി ജനാധിപത്യപരമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഭരണപക്ഷത്തിൻ്റെ, അത് ഏത് കക്ഷി എന്നുള്ളതല്ല, ഏത് പാർട്ടി എന്നുള്ളതല്ല, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പോസിഷൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികളടങ്ങുന്ന ആളുകൾ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഏറ്റവും അപ്പോയിൻമെൻറ്റിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സുതാര്യമായിട്ടുള്ള സമിതി എന്നുള്ള നിലക്കാണത്. അങ്ങനെയുള്ള സമിതി തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് NJSCയുടെ ഭാഗമായി വരുന്ന, അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരുന്നവർ. അതിൽ എന്തുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി ആ തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് ആ നിയമത്തെ ഇല്ലാതെയാക്കിയത് അല്ലെങ്കിൽ നടപടിക്രമത്തെ ഇല്ലാതെയാക്കിയത് എന്നുള്ളത് അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയൂ. അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് വിശ്വാസമാകുന്ന, നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമല്ലേ, നമ്മുടേത് ഏതെങ്കിലും ഒരു ജനാധിപത്യത്തിൻ്റെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം എടുത്തുകൊണ്ട് ഭരണം നടത്തുന്ന സംവിധാനമല്ലല്ലോ. ഉദാഹരണത്തിന് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്താൽ ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ലെജിസ്ലേച്ചറോട് തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ അവിടെ തെറ്റായ നടപടി നടത്താൽ അതും എക്സിക്യൂട്ടീവിനെ തിരുത്താനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് തീരുമാനമെടുക്കാനോ, ഇനി അതല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. ഈ അപ്പോയിൻമെൻറ്റ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരു സ്ഥലത്തും ചോദ്യം ചെയ്യാൻ പോലുമുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനുള്ള മേഖല എവിടെയാണ്, സംവിധാനം എവിടെയാണ്? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഒരു സാധാരണ ആളെ
പൗരനെ സംബന്ധിച്ച്. ജനാധിപത്യത്തിൽ അതാണല്ലോ പ്രധാനപ്പെട്ടത്. ഭരണഘടനാപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ ഉറപ്പിച്ചു കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റിൽ ഇപ്പോൾ പ്രിയനടക്കമുള്ള ആളുകൾക്ക് അതിൽ ഒരു ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല, അധികാരമില്ല. ആർക്കും അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള നടപടിക്രമങ്ങൾ കുറച്ചുകൂടി സുതാര്യമായി ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്കൊപ്പം തന്നെ ഒരു ജനാധിപത്യപരമായ സ്ക്രൂട്ടണി കൂടി ഉണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ രാജ്യത്തെ അതെ. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സ്ക്രൂട്ടണി മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ സ്ക്രൂട്ടണി കൂടിയുണ്ട്. ആ സ്ക്രൂട്ടണിക്ക് വിധേയമല്ലാതെ നടക്കുന്നതൊന്നും കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അതിനുള്ള ഒരു അവസരം തുറക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോടതിക്കകത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അത് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി സുതാര്യമായി ഈ സിസ്റ്റത്തെ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഈ സമിതി NJSCയുടെ സമിതി വരുന്ന സമയത്ത് അതും കൃത്യമായ സുതാര്യതയോടുകൂടി വരുന്നൊരു സമിതിയാണ്. ഉദാഹരണത്തിന് ചീഫ് ജസ്റ്റിസ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് 2 മുതിർന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അംഗങ്ങളായിക്കൊണ്ട്, യൂണിയൻ ലോ മിനിസ്റ്റർ അംഗമായിക്കൊണ്ട്, 2 പുറത്തു നിന്നുള്ള എമിനൻറ്റ് സ്കോളേഴ്സ് അതല്ലെങ്കിൽ ലീഗൽ സ്കോളേഴ്സ് അവരെ അംഗങ്ങളാക്കിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നൊരു സമിതിയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ UPSC നിലനിൽക്കുന്നു, PSC നിലനിൽക്കുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ ഭരണ സംവിധാനങ്ങളിലേക്ക് വരേണ്ട ആളുകളെ നിയമിക്കുന്നതിനുള്ള സുതാര്യതക്കുറവുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പരാജയം കൂടിയായിട്ട് മാറും. ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ പരാജയമായിട്ട് മാറും. അപ്പോൾ അത് എവിടെയും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൽ ഒരു അപ്രമാദിത്വം വേണം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരാളെ സംബന്ധിച്ചാണെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വശംവദരായി എന്തെങ്കിലും ചെയ്യുമോ, അതല്ലെങ്കിൽ ഒരു നെപ്പോട്ടിസത്തിൻ്റെ ഭാഗം അതിനകത്തുണ്ടോ എന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് സൂചിപ്പിക്കുന്നത്. അനുഭവത്തെക്കാൾ അപ്പുറത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ നെപ്പോട്ടിസത്തിൻ്റെ ഒരു ഭാഗം അതിലുണ്ട് എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശക്തമായി ജനാധിപത്യത്തിൽ കോടതികളുടെ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നു എന്നുള്ളത് ഗുണകരമാണ്. ലോങ് ടൈമിലേക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പരമ്പരയായിട്ട് സുപ്രീം കോടതി ജഡ്ജാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ പലപ്പോഴും നമുക്ക് അതിശയം തോന്നുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അതിൻ്റെ കാരണം ഇതായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ല, അതാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ചും അവർ ചിന്തിക്കുന്ന അതാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചുമതലയിലേക്ക് ഒരാൾ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു നിയമിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ പ്രോസസ്സ്. ആ പ്രോസസ്സ് ഇന്ന് സുതാര്യമാണോ എന്ന് ചോദിച്ചാൽ പ്രോസസ്സിന് ഉള്ള തടസ്സമല്ല, അല്ലെങ്കിൽ പ്രോസസ്സിലുണ്ടാകുന്ന ഏതെങ്കിലും വൈകല്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സമോ അല്ല. പക്ഷെ അവിടെ ഒരു നെപ്പോട്ടിസം ഉണ്ടാകുന്നു എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്റ്റ്. അതിനെ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല, അതില്ല എന്ന് പറയാനും കഴിയില്ല. അപ്പോൾ പരമ്പരയായ ഒരു സിസ്റ്റത്തിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് നമുക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും, എത്രത്തോളം ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അവിടെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ളത് സംശയത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. നിയമപരമായ നിലനിൽപ്പിൻ്റെ ഒപ്പം തന്നെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ആ ജനങ്ങൾക്കുള്ള വിശ്വാസം എവിടെയെങ്കിലും ഇടിവുണ്ടായാൽ അവിടെ ഭരണഘടനയുടെ വിശ്വാസത്തേക്ക് കോട്ടം തട്ടുകയാണ്. ജുഡീഷ്യറിയിൽ, ലെജിസ്ലേച്ചറിൽ, എക്സിക്യൂട്ടീവിൽ എവിടെയെങ്കിലും വിശ്വാസ്യതയുടെ കുറവുണ്ടായാൽ സ്വാഭാവികമായും അവിടെ ഭരണഘടനാപരമായിട്ടുള്ള പരാജയമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണത്തിന് അപ്പോയിൻമെൻറ്റ്സിൽ സുതാര്യതയില്ലെങ്കിൽ സ്വാഭാവികമായും എന്താ സംഭവിക്കുക, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് മാറും. വിശ്വാസം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നമ്മൾ ഒരു മതപരമായതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ സ്വാഭാവികമായും അത് കുറച്ചുകൂടി സുതാര്യമാവുക മാത്രമല്ല അതിൻ്റെ സുതാര്യത വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടി ഉത്തരവാദിത്തമാണ്. അതിനായിരുന്നു NJSC കൊണ്ടുവന്നത്. പക്ഷേ NJSCക്ക് അതിൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യം, അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് അന്ന് ആ സംവിധാനത്തെ തന്നെ തകർത്ത അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ തന്നെ വേണ്ട എന്ന് വയ്പ്പിച്ച ആളുകൾ ആരാണ് എന്ന് കേട്ടാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്ഭുതം കൂറേണ്ടി വരും. കാരണം ജനാധിപത്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പുറത്തു വന്ന് വാദിക്കുകയും ജനാധിപത്യം ഇതോടുകൂടി ഞങ്ങളിലൂടെ ശക്തമായി നടപ്പാക്കണമെന്ന് വാദിക്കുകയും ചെയ്തിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പല ആളുകളുമാണ്. റിട്ടയേർഡ് ജഡ്ജ് നേരത്തെ അന്ന് ഉണ്ടായിരുന്ന ആളുകളാണ്. ഈ
സിസ്റ്റത്തിന് വേണ്ട എന്ന് വെച്ച ആളുകൾ നമ്മൾ കേരളത്തിലടക്കം അത്ഭുതം കൂറേണ്ടി വരും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്. ഉദാഹരണത്തിന് ഓരോ അതിൽ തീരുമാനമെടുത്തിട്ടുള്ള ആളുകളെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് വലിയ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കണം, രാജ്യത്ത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചു നിൽക്കണം എന്ന് പുറത്തു വന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് പുറത്തു വന്ന് കസേരയിട്ടിരുന്ന് വാദിച്ചവരാണ്. അവരാണ് ഈ സംവിധാനത്തെ ഒറ്റയടിക്ക് ആ നിയമ സംവിധാനത്തെ തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി അടച്ചു പൂട്ടി പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. ചരിത്രത്തിലില്ലാത്ത രീതിയിൽ പുറത്തു വന്ന് പ്രതിഷേധത്തിന്റെ സ്വരം പോലും സുപ്രീം കോടതിയിൽ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് കസേരയിട്ടിരുന്ന് ജനാധിപത്യം സംരക്ഷിക്കണം എന്ന് പറഞ്ഞവരാണ് ജനാധിപത്യപരമായി നടക്കേണ്ട ഒരു അപ്പോയിൻമെന്റ് പ്രോസസ്സിനെ അടച്ചു പൂട്ടി പെട്ടിയിലാക്കി കഴിഞ്ഞ് 10 വർഷമായി കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എടുത്ത അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന നിലപാടുകൾ, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിലപാടുകൾ, അത് സ്വാഭാവികമായും വലിയ ചർച്ചയുണ്ടാക്കുന്നതും ജനാധിപത്യത്തിന് ഭരണഘടനയ്ക്ക് സുതാര്യത ഉണ്ടാക്കുന്നതുമാണ്. പ്രശ്നം ഭരണഘടനയ്ക്ക് സുതാര്യതയുണ്ടോ എന്നുള്ളതല്ല, അത് ഉറപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അത് നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നടപ്പാക്കുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ എല്ലാ നടപടികളും നടപ്പാക്കേണ്ട സംവിധാനങ്ങൾ അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പാലിക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷമായി NJC നടപ്പാക്കുന്നത് പൂട്ടിവച്ചിരിക്കുന്നത് അംഗീകരിക്കാൻ ജനാധിപത്യ സംവിധാനത്തിന് കഴിയില്ല.